ഹലോ മച്ചാന്മാരെ, എല്ലാ മച്ചാന്മാർക്കും ബോർഡ് ഗെയിമർസിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ചെക്കൻ കണ്ട നമ്മുടെ ഒരു 2-3 കൊല്ലം മുമ്പ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിച്ചൊരു വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടിയും കാര്യങ്ങളും നമ്മൾ കളർ കോഡിനൊക്കെ മുമ്പേ തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഒരു പറമ്പിൽ കൊണ്ടുപോയി ഇട്ടേക്കണതാണ്. പിന്നെ വണ്ടി ഇതുവരെയായിട്ട് അനക്കിയിട്ടില്ല. അപ്പോൾ വണ്ടി ഇന്നലെയാണ് പിന്നെ അനക്കിയേക്കണത്. അപ്പോൾ നമ്മുടെ ചേറുവാണ് നമ്മുടെ വണ്ടി അനക്കിയത്. ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൊക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും മുഴുവൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മച്ചാന്മാരെ, ഇവനാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആ പറമ്പിൽ നിന്ന് പോയി എടുത്ത് ഇത് പേപ്പർ വർക്കിംഗ് ഒക്കെ ഉണ്ടായി. എല്ലാ പേപ്പർ വർക്കിങ്ങും ഇതാക്കിയിട്ട് നമ്മൾ റെഡ് തീമിലാണ് കംപ്ലീറ്റ് കൊടുത്തേക്കണത്. കണ്ട, ഫുള്ള് റെഡ് തീമിലാണ്. വണ്ടി ഇനി കേലേക്ക് ആക്കണോ കേലിൽ തന്നെ കൊണ്ടുപോകണോ എന്നുള്ളൊരു ഇതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ മിക്കവാറും ഞാനത് കേലിൽ തന്നെ രജിസ്റ്റർ ചെയ്യും. നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടുത്തെ എല്ലാ പേപ്പർ വർക്കും ഇതാക്കിയിട്ടുണ്ട്. വണ്ടി ഓവറോൾ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗായ്സ്, നമ്മളിത് എന്തായാലും വണ്ടി നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പണിയുന്നതാണ്. പിന്നെ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മുടെ ചെയറും കാര്യങ്ങളും ഇപ്പോൾ വണ്ടിയുടെ അകത്തേക്കൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മളിനി ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ വെച്ചാൽ നമ്മളിവിടെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ വണ്ടി നൈസായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നീക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാലത്തേന്ന് തന്നെ എനിക്ക് പോകുന്നത് ഒരു 5 മണിയാകുമ്പോഴത്തേനും എനിക്ക് കുളിച്ച് റെഡിയായി സെറ്റായി വന്ന് ഞാൻ എത്തണേക്ക് മുമ്പേ ചേറുകൂടി ഉണ്ടായി. വണ്ടി ക്ലീൻ ചെയ്ത് പറമ്പിൽ നിന്ന് എടുത്ത് അവൻ കൊണ്ടുവന്ന് വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്ത് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ക്ലീൻ ചെയ്ത്. പിന്നെ പ്രത്യേകിച്ച് തട്ടും മുട്ടും വരച്ചിലും അതൊന്നും ഉണ്ടായില്ല നമുക്ക് വണ്ടിയിൽ. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഉണ്ടായ കുഴപ്പങ്ങൾ ഇപ്പോൾ നമ്മുടെ ചെറു പറഞ്ഞു തരും. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ച് പൊടി അത്രയൊക്കെ ഉണ്ടായുള്ളൂ. അത് അവിടെ അവന്മാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവന്മാർ തെറ്റ് തന്ന്. പ്രത്യേകിച്ച് വലിയ രീതിക്ക് ചെളിയൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരച്ചിൽ ഉണ്ടായി. അത് ഇപ്പോഴും വണ്ടിയുമ്പോൾ തന്നെ ഉണ്ട്. വലിയ രീതിക്കുള്ള ഒരച്ചിലൊന്നുമില്ല, ചെറിയൊരു ഒരച്ചിൽ. അതവിടെ കിടന്നപ്പോൾ വല്ല പട്ടി പൂച്ച എന്തെങ്കിലും വന്ന് മാന്തിയതായിരിക്കുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. എടാ, പിന്നെ നമുക്ക് വണ്ടി കളർ കോഡിലേക്ക് ആക്കണോ അല്ലാന്നുണ്ടെങ്കിൽ കെയിലേക്ക് ആക്കണോ? കെയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ അടച്ച പൈസ ഫുള്ള് നമുക്ക് വേസ്റ്റ് ആകൂലേ. അപ്പോൾ നമുക്ക് കെയിലിൽ തന്നെ ആക്കിയാലോ. നമുക്ക് ഒരു 2 കോടി കൊടുത്ത് നമുക്ക് ആ പെയിൻ്റൊക്കെ അങ്ങോട്ട് മാറ്റാം. പേരും എഡിഷൻ നെയിമൊക്കെ ഇങ്ങനെ കിട്ടും. എഡിഷൻ നെയിമിൻ്റെ അവിടെ ചെറിയൊരു ഇത് മങ്ങൽ വന്നിട്ടുണ്ടല്ലേ, അത് വെയിലത്തിടന്നിട്ടായിരിക്കൂലേ. ആന്നേ, അതത്രയും വെയിലത്ത് കിടന്നല്ല. അപ്പം അത് അങ്ങനെ വന്നേക്കണായിരിക്കുള്ളൂ. പിന്നെ ബാബുവിനെ നിന്ന് കൊണ്ടുവരാണ്ടിരുന്നേ, അവനില്ലാണ്ടൊരു ഇതില്ല. എടാ, അവനെ കൊണ്ടുവരാണ്ടിരുന്നടാ. ഞാൻ ഇത്രയും കാലത്ത് വന്നപ്പോൾ പിന്നെ അവനെ വിളിച്ചേൽപ്പിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന് വിളിക്കണമല്ലോ. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാലോ. ബസ്സിനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അവനെയും കൂടി കയറ്റി എങ്ങനെ കൊണ്ടുവന്നേന്ന് ഓർത്താണ് ഞാൻ ഇപ്പം അവനെ വിളിക്കാണ്ടിരുന്നത്. ആ അവനില്ലാണ്ടൊരു ഇതില്ല, ഒരു സുഖമില്ല. അവനുണ്ടെങ്കിൽ അവനെ കളിയാക്കിയിരിക്കാറുണ്ട്. പിന്നെ മറ്റേ ഗവിരീശാണ് അർജൻറ്റീന ഇപ്പോൾ അവനിപ്പോൾ വെഗേലി പോയേക്കാണ്. അവനിപ്പോൾ വെഗേലി ഡ്യൂട്ടി എടുത്തേക്കണ കാരണം അവനിപ്പോൾ വെഗേലി പോയേക്കാണ്. അങ്ങനെ മച്ചാന്മാരെ, നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന് നമ്മുടെ ഗാരേജിലും കാര്യങ്ങളും നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടാം. പിന്നെ ഗൈസ്, ഈ ഒരു വീഡിയോക്ക് പ്രത്യേകിച്ച് വ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഉണ്ടാവും ഇവനെങ്ങനെ ഈ V3.71 അപ്ഡേഷനിലുള്ളത് കിട്ടിയെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഗെയിം കയറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് എൻ്റെ ഫോൺ 2 GB റാമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ചേറുവാണെങ്കിൽ വണ്ടിയുടെ അകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എഡിറ്റിംഗ് ആപ്പൊക്കെ തുറന്ന് ചെയ്തേക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ രീതിക്കുള്ള കണ്ടൻറ്റ് ഒന്നും ഇതില്ല. അപ്പോൾ ഞാനൊന്ന് കിട്ടണത്ര ഇത് കിട്ടട്ടെ എന്ന് ഓർത്തു. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ, അല്ല ഇന്ന് മുതൽ ഇനി ഡെയിലി വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇടാണ്ടിരിക്കുള്ളൂ. കണ്ട, ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരച്ചിലുണ്ടെന്ന് പറയുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ചെയ്യുക. അപ്പോൾ എല്ലാ മച്ചാന്മാരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നമ്മളെ മറ്റുള്ള ചെക്കന്മാരും എല്ലാവരും ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷ സഞ്ചാരി ഓട്ടോറിക്ഷ ഇതൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ എന്തായാലും മച്ചാന്മാർ, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ വീഡിയോ നമ്മൾ ഇടണതാണ്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് 2 കൂടി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒന്നാളെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഉണ്ടാവും,
ഇതും ഉണ്ടാവും. അങ്ങനെ മിക്സാക്കി ഇടാം എന്നുള്ള സെറ്റപ്പിലാണ് ഇരിക്കണത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചേറു, ബൈ ബൈ.